ഒരു വിദ്യാർത്ഥിയെ സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു ആശയം മാഡം ഇവിടെ നിങ്ങളോട് പങ്കുവച്ചത്. നിങ്ങളോട് ചോദിച്ചാൽ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ആകണം എന്ന ആഗ്രഹം പറഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ രക്ഷകർത്താക്കൾ പറഞ്ഞു വെച്ചേക്കുന്നതോ നിങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതോ നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞിരിക്കുന്നതോ ആശയം മാത്രമായിരിക്കും. സ്വന്തമായിട്ട് നമുക്ക് എന്താകണം എന്ന ഒരു തീരുമാനം പോലും എടുക്കുവാൻ കപ്പാസിറ്റി ഇല്ലാത്തവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. ഞാൻ ഉൾപ്പെടെ പഠിച്ചു വന്ന വിദ്യാലയങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നു. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയമുണ്ട്. സ്വാഭാവികമായും ഇവിടുത്തെ അധ്യാപകർ ഇപ്പോൾ പുഞ്ചിരിച്ചിരിക്കുന്നെങ്കിലും അവർ സ്കൂളിൽ താമസിച്ചു വന്നാൽ പ്രശ്നം ഉണ്ടാകും, വന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും, റോഡിൽ കറങ്ങി നടന്നാൽ പ്രശ്നം ഉണ്ടാകും. നിങ്ങളറിയാതെ ഞങ്ങളെ വിളിച്ച് പറയും. ഇനി അഥവാ വെയിറ്റിംഗ് ഷെഡിൽ 10 മിനിറ്റ് ഇരുന്നാൽ വെറുതെ വിളിച്ച് പറയും. പോലീസ് വണ്ടി എതിരെ വന്നാൽ നിങ്ങളോട് വിളിച്ച് പേരും അഡ്രസ്സും ചോദിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ടും സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് 10 മിനിറ്റ് വെറുതെ കുളക്കരയിൽ നിൽക്കാനോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കാനോ ഉള്ള അവസരം സ്കൂളിൽ വരുമ്പോഴാണ് ലഭിക്കുന്നത്. അത് നിഷേധിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. മാത്രവുമല്ല, നമ്മുടെ അധ്യാപകർ വന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നതിൽ ഒരു 15-20 മിനിറ്റ് അവർക്ക് ഉപദേശമായിരിക്കും. നമുക്ക് ഉപദേശം ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. അപ്പൊ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഈ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചില അധ്യാപകരുടെയൊക്കെ ധാരണ നമ്മളാണ് ഇതിലെല്ലാം നമ്മൾ പ്രത്യേകിച്ച് മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലേ, നമുക്ക് കയറി വരുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടും അവരോടൊരു സ്നേഹം തോന്നും, ഒരു മനസ്സിലൊരു വെറുപ്പ് തോന്നും ഇല്ലേ? ചുമ്മാതെങ്കിലും വെറുതെ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അവരുടെ ഒരു പ്രത്യേകതയാണ് അല്ലേ? ഇപ്പൊ അടിക്കാൻ പറ്റത്തില്ലാത്തോണ്ട് അവർ എഴുന്നേപ്പിച്ച് നിർത്തും. ശരിയല്ലേ? എന്നിട്ട് അവിടെ വന്നിട്ട് വേറെ കുറെ ഉദാഹരണം പറയും. പണ്ട് ജവഹർലാൽ നെഹ്റു ഇങ്ങനെയായിരുന്നു പഠിച്ചത്, ശ്രീനാരായണ ഗുരു അങ്ങനെയായിരുന്നു, പിന്നീട് അങ്ങനെയായിരുന്നു, ഞങ്ങളുടെ തൊട്ടുമുമ്പ് ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, ഞങ്ങൾ ചാണകം ചുമന്നാണ് പഠിച്ചത്, ഞങ്ങൾ ഏതാണ് പോച്ച പറിച്ചാണ് അല്ലേ? ഇനി ഇതും കഴിഞ്ഞ് നമ്മൾ വീട്ടോട്ട് ചെന്നാലോ വീട്ടുകാരുടെ വക ഉപദേശം. ഞാനൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തുകയായിരുന്നു, 4 മൂട്ട് തെങ്ങ് കയറിയിട്ടായിരുന്നു പോകുന്നത്, നിനക്കൊക്കെ വല്ലതും അറിയണോ അല്ലേ? ചോദിക്കൂലേ? ചോദിക്കും. ഞാൻ ഒരു വീട്ടിലുള്ള 12 പേരുണ്ടായിരുന്നു, 12 പേർക്കുള്ള പാചകം ചെയ്യുമായിരുന്നു. അമ്മ പറയൂലേ? പറയും അല്ലേ? 6 മണിയാവുന്നതിന് നമ്മളെ ഒരു നീട്ടി ഒരു വിളിക്കുന്നുണ്ട്. എന്താ പറയും? 8 മണിയായി നീ കിടന്ന് തുടങ്ങിക്കോളാൻ പറയും. ആദ്യമേ കള്ളമാ പറഞ്ഞത്. ശരിയല്ലയോ? അമ്മ എന്താ പറയുന്നത്? ഇവിടെ 8 മണിയായി. നമ്മൾ ക്ലോക്ക് നോക്കുമ്പോൾ 10 മണിയാവും. 6:30, 7. ശരിയല്ലേ? അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 1 മണിക്കൂറോടെ കഴിഞ്ഞ് നമ്മൾ എണീക്കും. ശരിയല്ലേ? നമ്മളല്ലേ ബുദ്ധിമാന്മാര്. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം ഇല്ല എന്നുള്ള ആരും നിങ്ങൾക്ക് സംഭവിച്ചില്ലയോ? പഠിക്കുന്നത് ഇഷ്ടമില്ല എന്നുള്ള ആരും സംഭവിച്ചില്ലയോ? ഉപദേശം ഇഷ്ടമല്ലല്ലോ. അപ്പൊ ഇതൊന്നും ചെയ്യാതിരുന്നാൽ വിദ്യാർത്ഥി നേരെയാവും. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള 5 വയസ്സ് പറഞ്ഞില്ല, 5 വരെ കൊണ്ട് സ്കൂളിലാകും. ഒരു 3.5 വയസ്സ് വരെയുള്ള കുട്ടിയെ നിരീക്ഷിക്കുക. ഒരു കുട്ടിയെ നിരീക്ഷിക്കുക. ആ ഒരു കുട്ടിയെ മേയ്ക്കാൻ വേണ്ടി അവന്റെ അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കഴിയില്ല. ഒരു സ്റ്റെപ്പുള്ള 2 നില വീടാണെങ്കിൽ, ഒരു സ്റ്റെയർ കേസ് ഉള്ള ഒരു വീടാണെങ്കിൽ ആ സ്റ്റെയർ കേസിനകത്ത് ഇവൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ കയറിയാൽ അവന്റെ അപ്പൂപ്പനും അമ്മയും തളരും. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ വികൃതിയെ കൊണ്ടെന്ന് പറയൂലേ? കേട്ടിട്ടുണ്ടോ? അത് 6ഓ 7ഓ പ്രാവശ്യം നമ്മുടെ അച്ഛനും അമ്മയും കൂടെ കയറും. എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് ശക്തമായ പ്രഹരം വഴക്ക് കിട്ടും. കിട്ടുന്നില്ലയോ? അവർ തളരും. യഥാർത്ഥ തളരന്റെ ആരാണ്? കൊച്ചുകുട്ടിക്ക് എത്ര വയസ്സേ ഉണ്ട്? 1.5 വയസ്സേ ഉള്ളൂ. 1.5 വയസ്സുകാരൻ 50 പ്രാവശ്യം സ്റ്റെപ്പ് മുകളിലേക്ക് കയറുകയും താഴേക്ക് അവൻ പിടി കൊടുക്കാതെ ഇറങ്ങി. ഇത് കണ്ടോ? ആ ഊർജ്ജം നിങ്ങൾക്കുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. നമ്മുടെ ഇംഗ്ലീഷ് സാറിനെ കാണുമ്പോൾ പേടിക്കും, പിന്നെ മാത്സ് സാറിനെ കാണുമ്പോൾ പേടിക്കും. പേടിച്ചില്ലെങ്കിൽ പേടിയില്ല നമ്മൾ ആരോട് പറയും? കൂട്ടുകാരോട് പറയും. എനിക്ക് അവരെ പേടിയൊന്നുമില്ല. അവരെ ഇവിടെ കണ്ണാടി പറ്റുന്ന വരവ് കാണുമ്പോൾ തന്നെ ഞാൻ മൈൻഡ് ചെയ്തിട്ടാ അളിയാ, എനിക്കതൊന്നും വിഷയമല്ല. പറയത്തില്ലയോ? തീർച്ചയായിട്ടും പറയത്തില്ലയോ? പറയും. അല്ലേ? പറയില്ലേ? നമ്മുടെ അപ്പുറത്തോട്ട് ചേട്ടനുണ്ടായിരുന്നു. ചേട്ടനൊക്കെ അധ്യാപകർ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ ആ ചേട്ടനൊന്നും മൈൻഡ് ചെയ്തില്ല. ചേട്ടൻ ഇപ്പൊ എവിടെ ഇരിക്കുക? ചേട്ടൻ വർക്ക്ഷോപ്പില്ല. ചേട്ടനെവിടാ? വർക്ക്ഷോപ്പിലാണ്. പിന്നെ മറ്റേ ചേട്ടൻ, ആ ചേട്ടനാണെങ്കിൽ മൈൻഡ്, ചേട്ടനൊക്കെ പറഞ്ഞ കഥ പറയുന്നത് മൈൻഡ് ചെയ്തില്ല. ചേട്ടന്റെ ജോലി എന്തോ? ചേട്ടന് പറഞ്ഞ മറ്റേ പറക്കുന്ന ബൈക്കൊക്കെ ഉണ്ടറിയോ? അവിടെ മുടിയൊക്കെ നീട്ടി വളർത്തിയേക്കുന്നതാണ്. ഈ സ്കൂളിലൊക്കെ എന്തോ നമ്മൾ ഇച്ചിരി മുടി നീട്ടി വളർത്തിയാവണ്ടേ മഹേഷ് സാർ വന്നിട്ട് ചോദിക്കും, എന്താ പൈസ ഇല്ലയോ? ഞാൻ പൈസ തരാം. ബാർബർ ഷാപ്പ് നിങ്ങൾ അവിടെ ഇല്ലയോ? ഞാൻ കൊണ്ടുപോകാം. പറയത്തില്ലയോ? പറയും അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുടി വെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. പറ്റുമോ? ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുവാണ് ആടി ചവച്ചോണ്ടിരിക്കുന്നവർക്ക് ചോദിക്കുന്നത്? സ്കൂളിൽ നിന്ന് അഥവാ നമ്മളൊരു പബ്ലിക്കമോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ചമ്പോ എന്തെങ്കിലും ഇടുന്നതായിരിക്കും അല്ലേ? ചോദിക്കില്ലയോ? അപ്പൊ ഇപ്പം ഡയറ്റിലെ പ്രിൻസിപ്പാളിന്റെ കാര്യം ബോധ്യമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധ്യാപകർ കുട്ടികളെ
കുട്ടികളെ എന്ത് ചെയ്യാണ്? ക്രമേണ പീഡിപ്പിക്കുകയാണ്. ശരിയല്ലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യുന്നില്ല. എന്താ കാരണം ഇത് ചെയ്യാത്തത്? ഇത് ചെയ്യാത്തതിന്റെ കാരണം എന്താ കാരണം? രക്ഷകർത്താവിന് 25 വയസ്സിൽ വണ്ടി ഇടിച്ച് മരിക്കുന്നവരെ വേണോ? വേണ്ട. 26 വയസ്സിന് മുമ്പ് ലഹരിക്ക് അടിമപ്പെടുന്നവരെ രക്ഷകർത്താവിന് വേണോ? വേണ്ട. അല്ലേ? പഠിച്ച് പാസ്സായിട്ട് ജോലി ഇല്ലാതെ നടക്കുന്നവരെ ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അധ്യാപകർ ഈ പ്രവൃത്തിയിലേക്ക് പോകുന്നത്. ഇന്നിരിക്കുന്ന അധ്യാപകർ, സബ് ഇൻസ്പെക്ടർമാരും ജില്ലാ കളക്ടർമാരും അതുപോലുള്ള IPS ഓഫീസർമാരും നമ്മുടെ ഡയറ്റിലെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ളവരുടെ കഥ എടുത്തു നോക്കിയാൽ അവർ അധ്യാപകർ പറയുന്നത് കേട്ടിരുന്നു. ശരിയോ തെറ്റോ? അവരോട് കേട്ടിരുന്നു. അവരെന്ത് ചെയ്യുന്നു? അവര് കുറെ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഏതാണ്? കുളക്കരയിൽ പോയി നിൽക്കണ്ടെന്ന് വിചാരിച്ചു, മുടി നീട്ടി വളർത്തണ്ടെന്ന് വിചാരിച്ചു, അല്ലേ? അങ്ങനെ അവർ അനുയോജ്യമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. കൂട്ടുകൂടിയുള്ള അനാവശ്യമായ ബന്ധങ്ങൾ വേണ്ടെന്ന് വെച്ചു, അല്ലേ? ബെസ്റ്റ് ഇല്ലാത്ത അറിവുണ്ട് കൈവക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. ലവറില്ലാത്ത അറിവുണ്ട് കൈവക്ക്. നടക്കണേ ഇല്ല. ഇത് ഞങ്ങൾ അടിച്ച കുഴപ്പമൊന്നുമില്ല. നമ്മളാരും നിർത്താൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ കണ്ടുപിടിച്ചോളുക. ഇന്ന് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അധ്യാപകർക്ക് അറിയാം. അതിലൂടെ അറിയാം. ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇത് എന്താ കാര്യം അറിയാമോ? നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ +2 വരെ, അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ യോഗ്യത വെച്ചിട്ടുണ്ട്. നിനക്ക് ഒരു ജോലിക്ക് പോകണമെങ്കിൽ യോഗ്യത. അധ്യാപകനാകാൻ 10ാം ക്ലാസ് തോറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. സബ് ഇൻസ്പെക്ടർ ആവാൻ 10ാം ക്ലാസ് തോറ്റാൻ പറ്റുമോ? ഡയറ്റിലെ പ്രിൻസിപ്പൾ ആവാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഒരു ഡയറ്റിലെ പ്രിൻസിപ്പൾ ഇവിടെ ഇരിക്കുന്നതും എല്ലാ ജോലിക്കും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിലും ഡയറ്റിലെ പ്രിൻസിപ്പൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അധ്യാപകർ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറ്റിലെ പ്രിൻസിപ്പാളിനൊരു ആദരവ് കൊടുക്കുന്ന, ഒരു ബഹുമാനം കൊടുക്കുകയോ? കൊടുക്കുവോ ഇല്ലയോ? കൊടുക്കും. സമൂഹത്തിൽ എല്ലാവർക്കും എന്തൊക്കെ നമ്മൾ പ്രണവൻ എന്തോ കൊടുത്ത് ബഹുമാനം, ആദരവ് കൊടുത്ത് അവനെ ആര് സ്വീകരിച്ചു? രാഷ്ട്രപതി സ്വീകരിച്ചു. അപ്പോൾ അവന്റെ ആ ഉയരത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളായി ആയില്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ പങ്കാളികളാവേണ്ട ഉയർന്നതിലെത്തണ്ടേ? നമുക്ക് അപ്പുറത്തെ ചേട്ടനെ പോലെ ബൈക്ക് ഓടിച്ച് വന്നാൽ മാത്രം മതിയോ? സ്വന്തമായിട്ട് വരുമാന മാർഗം കണ്ടുപിടിക്കണം. അതിന് ഡയറ്റ് പ്രിൻസിപ്പൾ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്കൊരു വരുമാന മാർഗം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തോ വേണം? വിദ്യാഭ്യാസം വേണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാമോ? അറിഞ്ഞോ? അത്ര ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ഡയറ്റിന്റെ പ്രിൻസിപ്പൾ കണ്ടല്ലോ. ഓക്കെ. ഹിന്ദി എഴുതാനും ധൈര്യമായിട്ട്. ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാത്തവര് ധൈര്യം നോക്കിക്കോ. എഴുതാനും വായിക്കാനും അറിയാത്തവര് ഒരു പ്രശ്നമൊന്നുമില്ല. ധൈര്യം നോക്കിക്കോ. ഒരാൾ നോക്കി ഒന്നൊന്നുമല്ല. ഇപ്പൊ എഴുതിച്ചു നോക്കി, ഞാൻ എഴുതിച്ചു നോക്കി 25 പേര് കാണും. ബാക്കിയുള്ള പൊക്കി നോട്ടത്. ഓക്കെ. മലയാളം തെറ്റുകൂടാതെ എഴുതാൻ അറിയാവുന്നവരുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിലും ദൈവമുണ്ട്. വളരെ കുറച്ച് പേരേ ഉണ്ട്. മലയാളം തെറ്റുകൂടാതെ അറിയാവുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 15 പേരേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായല്ലോ? അത് നിങ്ങൾ ശ്രദ്ധയില്ലാത്ത ആരെയും കുഴപ്പം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതാണ് നിങ്ങളുടെ അധ്യാപകരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും ഒരേ രീതിയിലാണ് A+B² പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ ആൻസർ അടുത്ത ദിവസം പറയുമ്പം 25 പേരുണ്ടെങ്കിൽ 25 രീതിയിലായിരിക്കും. ശരിയല്ലോ? കാരണം എന്താ? നമുക്ക് വേറൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. എപ്പോഴും സ്കൂളിൽ ഇരിക്കുമ്പോൾ എപ്പോഴും മൈൻഡ് സ്കൂളിലുള്ള ഒരാളെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലയാള സാറിന്റെ ക്ലാസ്സിലേക്ക് പോകും. ഓട്ടോമാറ്റിക്കലി വീട്ടിലേക്ക് പോകും, സുഹൃത്തിലേക്ക് പോകും, ബെസ്റ്റിയിലേക്ക് പോകും, ശംഭുവിലേക്ക് പോകും, തുളക്കരയിലേക്ക് പോകും, വെയിറ്റിംഗ് ഷെഡിലേക്ക് പോകും, സിനിമയിലേക്ക് പോകും. അധ്യാപകൻ പഠിപ്പിച്ചറിയിപ്പോ എല്ലാവർക്കും മനസ്സിലായോ? ഓ ശരി, മനസ്സിലായി പോയാട്ട് അല്ലേ? നമ്മളത്തെ തലയൊന്ന് കുലുക്കും. ശരിയല്ലേ? ഇവിടെ വന്ന് പഠിക്കുന്ന 8 മണിക്കൂറിനകത്ത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് നേരെയാക്കണം. അപ്പൊ ഡയറ്റ് പ്രിൻസിപ്പാളിന് പറയണം, നിങ്ങളുടെ മൈൻഡ് നേരെയാക്കാനുള്ള ഏതാണ് മാനസിക വികാസം വർദ്ധിപ്പിക്കുന്ന, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന 1 വയസ്സ് മുതൽ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സ് ഇച്ഛാശക്തി ഉണ്ടാക്കി തരാൻ നിങ്ങളുടെ അധ്യാപകർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? പഠിക്കത്തില്ല. നിങ്ങൾക്ക് സ്നേഹവും കോപവും എന്ന് പറയുന്ന 2 വികാരങ്ങളെ ഉണർത്തിയെടുക്കണം. കോപം എന്ന് പറഞ്ഞ അധ്യാപകനെ കഴിഞ്ഞാൽ തന്നെയാണ് തല്ലാനല്ല. പകരം എങ്ങനെയാണ് ആ കോപത്തിന്റെ അർത്ഥം? നിങ്ങൾ മലയാള ഭാഷാധ്യാപകരോട് ചോദിക്കണം. എനിക്ക് കുറച്ചറിയാം, അത് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അറിയാത്തോണ്ടല്ല, പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡയറ്റ് പ്രിൻസിപ്പിള് നിങ്ങളുടെ മാനസിക നില വർദ്ധിപ്പിക്കുവാൻ, എന്നുവെച്ചാൽ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ക്ലാസ് മാസത്തിൽ ഓരോന്ന് വയ്പ്പിച്ച് തന്നാൽ ഇവിടെ ഇരിക്കുന്ന ഈ പാങ്ങോട്
പിന്നെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ആരായി മാറും? ആരും ഉപദേശിക്കേണ്ടി വരാത്ത, എല്ലാവർക്കും മാതൃകയാവുന്ന കുട്ടികളായിട്ട് വരും. പ്രണവിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും എന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ സ്കൂളിന്റെ പേരിലും പ്രത്യേകമായി അറിയിച്ചുകൊള്ളുകയാണ്. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിക്കട്ടെ എന്നും നിങ്ങൾ ആരാലും ഉപദേശിക്കപ്പെടാത്തവരായിട്ട് വളരുവാൻ, മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് വളരുവാൻ പ്രണവിനോടൊപ്പം നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.